സ്നേഹതീരം ബീച്ചിലേക്ക് വരുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പഴയ ബീച്ചുണ്ടല്ലോ, അത് അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അതിനേക്കായി സെറ്റപ്പിലാണ് കുറച്ചപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഓണ സീസണാണ്, അതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കൂടുതലാണ്. എൻ്റെ കുട്ടികളൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം തിരക്കാണ്, അതിലേക്ക് പോകാനും പാടില്ല. അപ്പോൾ നമ്മൾ വേറെ ഏരിയ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്, അവിടെയാണ് ഇന്ന് തങ്ങുന്നത്. അതുകൊണ്ട് എത്ര സമയം വൈകിയാലും കുഴപ്പമില്ല. നമ്മൾ ഓട്ടോ വിളിച്ച് നമ്മളിങ്ങനെ കറങ്ങുകയാണ് അതിലൂടെ. ഒത്തിരി പോകാനുണ്ട്, ചെറിയ റൂട്ടാണ്. നടന്നു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണ് ഇവിടെ വന്നിക്കണമെന്ന് ഒരു പിടുത്തമില്ല. ഇങ്ങനെ തിരക്കുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചതല്ല. മുമ്പ് വന്നപ്പോൾ ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ ഓണത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. ഓണം കഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഇതായിരിക്കാം. എന്തായാലും സൂപ്പറാണ്. കുട്ടികളൊക്കെ ആകെ എക്സൈറ്റഡ് ആണ്. അവർക്ക് കയറാൻ പറ്റിയില്ല. ഇവിടെ കുതിരയുടെ ഒരു സ്പോട്ടുണ്ട്, അതിൽ സവാരിയൊക്കെ നടത്താം. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവറ്റകളൊക്കെ തിന്നാൻ കൊടുക്കുകയൊക്കെ ചെയ്യുക. കുട്ടികൾക്ക് അവർ ഭയങ്കര രസമാണ്. കയ്യിൽ കടിക്കുന്നു നോക്കണം, അത്രയേ ഉള്ളൂ. പെൺകുതിരകളാണ്, അതുകൊണ്ട് ഉപദ്രവിക്കാത്ത ഇനത്തിൽപ്പെട്ടാണെന്നാണ് പറഞ്ഞത്. ഒന്നും ഉപദ്രവിക്കില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ആളുകളായിട്ട് നല്ല പരിചയം, നല്ല കമ്പനി ലെവലിലൊക്കെ ഉള്ള കുതിരകളാണ്. വൈഫ് എല്ലാത്തിനും പേടിയാണ്. പക്ഷേ എന്തോ ഇതിനായിട്ട് നല്ല കമ്പനിയായിട്ട് തൊട്ടുകഴിഞ്ഞ് നിൽക്കുകയാണ്. ആ കളറ് കണ്ടപ്പോഴേ ഒരു മുറിയോ ചതവോ ഒന്നുമില്ലാത്തൊരു വൃത്തിയുള്ള കുതിരയാണ്. നെയ്സിലപ്പുറത്തുനിന്ന് വേറൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതിനായിട്ട് കളിച്ച് നിന്നപ്പോൾ അത് നേരെ പാഞ്ഞു വന്നിരിക്കുകയാണ്. പുല്ലെനിക്ക് കാണിച്ചു തരികയാണ്. അത് നിൽക്കുന്ന സ്ഥലത്ത് പുല്ലില്ലേ, ഞാൻ ഇവിടുന്ന് പറിച്ചു കൊടുക്കുകയാണ്. നെയ്സ് ഈറ്റകൾക്ക് തിന്നാൻ കിട്ടുന്നില്ല തോന്നുന്നുണ്ട്. കാരണം ഇത്രയും നെയ്സ് പുല്ലടക്കം ഇവറ്റ നമ്മളിവിടുന്ന് പറിച്ചു കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട്. ആളുകൾ ഒരുവിധ ആളുകളൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. സന്ധ്യ മയങ്ങാരായി. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പട്ടം പറത്തി വിടുന്നുണ്ട് കുട്ടികളൊക്കെ. വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ ഈ ചെറിയ കുട്ടികളായിട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും ഇന്നത് ഒഴിവാക്കി. ഇനി ഇവിടെ സന്ധ്യ മയങ്ങി ഒന്ന് ഇരുട്ടണ വരെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടേ അവിടെ റൂമുണ്ട്, റൂമിലേക്ക് പോകുള്ളൂ. ചെറിയ ഒരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. വല്ലാത്തൊരു ആംബിയൻസ് തന്നെ കേട്ടോ ഈ വൈകുന്നേരത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. മോളെൻ്റെ കാല് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ ഭയങ്കര പേടിയാണ്. കടലിനൊക്കെ ഭയങ്കര പേടിയാണ്. സംഗതി പേടിക്കും വേണം. തിര നന്നായി സ്ട്രോങ്ങിൽ തന്നെയാണ് തിര വീശിക്കൊണ്ടിരിക്കുന്നത്, അടിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ധ്യ മയങ്ങി തുടങ്ങി. ഇനി എല്ലാവരും ഒരുവിധ ആളുകളൊക്കെ ഇവിടുന്ന് പോകും. ഇനി ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി റൂമിലേക്ക് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. ഇനി പോണ വഴി ഭയങ്കര റിസ്ക് ആയിരിക്കും, വണ്ടികളൊക്കെ റിട്ടേൺ പോകുന്നത് കൊണ്ട്.